പത്തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നമ്മുടെ ആദർശാണെങ്കിൽ നയനയോട് പറയുകയാണ്, നയനെ, നന്ദുവിനെയും ഹനിയെയും വേർപിരിക്കാനായിട്ട് ആരും വിചാരിച്ചാൽ നടക്കില്ല. അവർ മനസ്സുകൊണ്ട് ഒന്നിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരെ വേർപിരിക്കാൻ ആരാലും കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നവീൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആദർശേട്ടാ, നമ്മളധികം ഇതിനെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും നവീൻ്റെ ബന്ധത്തോട് നല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നവീനുമായിട്ട് എത്രയും പെട്ടെന്ന് നന്ദുവിൻ്റെ വിവാഹം നടത്താനാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, എൻ്റെ നയനെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ചെയ്താലും യാതൊരു കാര്യമോ യാതൊരു പ്രയോജനമോ ഒന്നും തന്നെയില്ല. നന്ദുവും അനിയും ഒരിക്കലും വേർപിരിയാനായിട്ട് പോകുന്നില്ല. അവരുടെ മനസ്സ് അടുത്തതാണ് എന്ന് പറയുന്നു. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകും. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ആദർശ് പറഞ്ഞതുപോലെ തന്നെ അവരങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്ദു ആണെങ്കിൽ പറയാണ്, എനിക്ക് ഈ വിവാഹമൊക്കെ മുടക്കണമെന്ന് അതിയായ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പൊന്ന് ഹനി, അതിനും എനിക്കൊരു പരിധിയുണ്ട് എന്ന് പറയുന്നു. ഞാൻ എന്ത് പറഞ്ഞാണ് ഈ വിവാഹം മുടക്കുക? അതിന് ഒരു കാരണവുമില്ല എന്ന് പറയുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ നവീനേട്ടനിൽ നിന്നും ഒരുപാട് അകലം പാലിക്കാമായിരുന്നു. നീയല്ലേ ഒന്നും പറയാതെ മറച്ചു പിടിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നമ്മുടെ അനി പറയുന്നുണ്ട്, നിന്നെ അറിയിച്ച് സങ്കടപ്പെടുത്തേണ്ട, വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതിൽ കൂടുതൽ വിഷമമല്ലേ, ദുഃഖമല്ലേ നമ്മൾ രണ്ടുപേരും അനുഭവിക്കേണ്ടി വരുന്നത്? അത് നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന് നന്ദു ചോദിക്കുകയാണ്. ഇതിനിപ്പോൾ എന്താ പരിഹാരമെന്ന് നമ്മുടെ നന്ദുവിനോട് ഹനി ചോദിക്കുമ്പോൾ, അത് എനിക്ക് അറിയില്ല. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല എന്ന് ഹനിയോട് നന്ദു പറയുകയാണ്. നമ്മൾ തമ്മിൽ വേർപിരിയോ അനി എന്ന് സങ്കടത്തോടെ നന്ദു അനിയോട് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ഞാനും നീയും ഒരിക്കലും വേർപിരിയില്ല എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ ചേർത്ത് പിടിക്കുക, ആശ്വസിപ്പിക്കാനായിട്ട് ഹനി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹനിയുടെ മനസ്സിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ചിന്തകളുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഹനിയാണെങ്കിൽ വളരെയധികം ചിന്തയിലാണ് എന്ന് കാണാം. എന്നിരുന്നാലും രണ്ടുപേര് രണ്ട് മുറിയിലാണ് താമസിക്കുന്നത് എന്നും കാണാനായിട്ട് കഴിയും. അപ്പോഴും എനിക്കൊരു സ്വസ്ഥതയില്ല. ആ മുറിയിൽ പോയിട്ടും നന്ദുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ മനസ്സ് ശരിയല്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ കാര്യവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അനി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ നന്ദുവും പറയുകയാണ്. ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അനി നന്ദുവിൻ്റെ കൂടെ പോയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ അനി ഉണ്ടോ എന്നറിയാനായിട്ട് അവർ തന്ത്രപൂർവ്വം തന്നെ നയനയെ വിളിക്കുകയാണ്. അല്ല മോളെ, അനി എങ്ങാനും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തിയമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നന്ദുവിൻ്റെ കൂടെ പോയോ എന്നറിയാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, ഇല്ലെന്നേ, തീർച്ചയായിട്ടും നമ്മുടെ അനി ഇവിടെ തന്നെയുണ്ട്, അനി ഇവിടെ വിശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട്
സാധിക്കും. ഇതേസമയം അവർക്ക് വളരെയധികം ആശ്വാസമാകുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ കള്ളം പറഞ്ഞതെന്ന്. അപ്പോഴാണെങ്കിൽ നയന പറയുകയാണ്, കള്ളം പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സമാധാനവും ഉണ്ടാകില്ല എന്ന്. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും അവിടെ ജീവിതം തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ അവർക്ക് വലിയൊരു പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. കാരണം നന്ദുവിനാണെങ്കിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാനായിട്ട് കഴിയില്ല, സാധിക്കില്ല. അനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ തങ്ങൾക്കൊന്നിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവരാണെങ്കിൽ അങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അഭിപ്രായ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട്